ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് കുഞ്ഞുങ്ങളെ നമ്മൾക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ആരെയൊക്കെയാണ് ക്രൂശിച്ചത് എന്ന് പഠിക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23 അധ്യായത്തിൻ്റെ 43 വാക്യം. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പരദേശിയിലിരിക്കും എന്ന് ഞാൻ സത്യമായിട്ടും നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. വളരെ ഈസി ആയിട്ടുള്ള ഇതാണ്. കർത്താവിൻ്റെ കൂടെ ക്രൂശിച്ച ആ ഒരു കള്ളനോട് കർത്താവ് പറഞ്ഞ വാക്കുകളാണിത്. അപ്പോൾ അത് പഠിക്കുമ്പോൾ നമുക്കിത് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ യേശു അവനോട് പറയുന്നതാണ്, നീ ഇന്ന് എന്നോട് കൂടെ പരദേശിയിലിരിക്കുമെന്നുള്ളത്. അപ്പോൾ ആ വാക്യം നമുക്ക് ഒന്നും കൂടെ പഠിക്കാം. ഓക്കെ. ലൂക്കോസ് 23:43. യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പരദേശിയിലിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ദുഷ്പ്രവൃത്തിക്കാരായ 2 കള്ളന്മാരെ ഒരുത്തനെ വലത്തും മറ്റവനെ ഇടത്തുമായിട്ട് ക്രൂശിച്ചു. കർത്താവിനെ ക്രൂശിക്കുകയാണ്. കർത്താവ് ഒരു പാപവും ചെയ്യാത്ത കർത്താവാണ്. എന്നാൽ കർത്താവിൻ്റെ കൂടെ ക്രൂശിച്ചത് ദുഷ്പ്രവൃത്തിക്കാരായ 2 കള്ളന്മാരല്ല. അതിലൊരാൾ കർത്താവിനോട് പറഞ്ഞു, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞു. അവൻ യേശുവിനെ ദുഷിച്ചു. എന്നാൽ മറ്റേ കള്ളൻ പറഞ്ഞു, അവനെ ശാസിച്ചു, അവനോട് ചോദിച്ചു, നാം ശിക്ഷാവിധിയിലായിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാം ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് നാം അനുഭവിക്കുന്നത്. നാം കള്ളന്മാരാണ്, അതിൻ്റെ ശിക്ഷയാണ് നാം അനുഭവിക്കുന്നത്. എന്നാൽ ഈ യേശു ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെടുകയാണ്. അത് കഴിഞ്ഞ് അവൻ കർത്താവിനോട് പറഞ്ഞു, യേശുവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഈ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ എന്ന്. യേശു അവനോട് പറഞ്ഞ വാക്യമാണ് നാം ഇന്ന് പഠിച്ചത്. യേശു അവനോട് എന്ത് പറഞ്ഞു? യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പരദേശിയിലിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പടയാളികൾ വന്നു. അവർ നോക്കിയപ്പോൾ യേശു മരിച്ചുപോയി എന്നറിഞ്ഞു. എന്നാൽ ഒന്നാമത്തവൻ്റെയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവൻ്റെയും കാലൊടിച്ചു. യേശുവിൻ്റെ കാലൊടിച്ചില്ല. എങ്കിലും പടയാളികൾ ഒരുത്തൻ എന്ത് ചെയ്തു? കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ദൈവത്തിൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി. മാത്രമല്ല 2 തിരുവെഴുത്ത് അവിടെ നിവൃത്തിയായി. കുത്തിയവെങ്കിലേക്ക് നോക്കും എന്നുള്ള തിരുവെഴുത്തും അവിടെ നിവൃത്തിയായി. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ കർത്താവിൻ്റെ ഓരോ തിരുവെഴുത്തുകളും നിവൃത്തിയാകുന്നു എന്നുള്ളത് നമുക്ക് യേശു കർത്താവിൻ്റെ മരണത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23 അധ്യായത്തിൻ്റെ 43 വാക്യം. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പരദേശിയിലിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അനേക ഗുണപാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമതായിട്ട്, ഒരു തെറ്റും ചെയ്യാതെ കർത്താവ് നമ്മൾക്ക് വേണ്ടി കള്ളന്മാരോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. രണ്ടാമതായിട്ട്, ഒരു കള്ളൻ കർത്താവിനെ കുറ്റം പറഞ്ഞു നിത്യനരകത്തിന് ഇരയായിട്ട് തീർന്നു. മറ്റേ കള്ളൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, അവൻ കർത്താവിനോടുകൂടെ പരദേശിയിലേക്ക് പോയി. നാലാമതായിട്ട്, കർത്താവ് മരിച്ചു, അതിനുശേഷമാണ് കള്ളന്മാർ മരിക്കുന്നത്. കർത്താവിൻ്റെ മരണത്താൽ പാപങ്ങൾ മോചിക്കപ്പെട്ടു, അവൻ പരദേശിക്ക് അവകാശിയായിട്ട് തീർന്നു. അഞ്ചാമതായിട്ട്, കള്ളൻ്റെ രക്ഷ പ്രവൃത്തിയാലല്ല, പിന്നെയോ വിശ്വാസത്താലത്രേ സംഭവിച്ചത്. നാമും രക്ഷിക്കപ്പെടുന്നത് പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലും ദൈവത്തിൻ്റെ കൃപയാലും മാത്രമാണ്. ആറാമതായിട്ട്, പഴയ നിയമത്തിൽ കർത്താവിനെക്കുറിച്ച് പറഞ്ഞ തിരുവെഴുത്തുകൾ ഓരോന്നായി നിർവഹിക്കപ്പെട്ടു. അതുകൊണ്ട് ദൈവവചനം നമ്മുടെ തിരുവെഴുത്ത് സത്യമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. കർത്താവ് മരിച്ചു എന്നറിഞ്ഞിട്ടും പടയാളികൾ യേശുവിനെ കുത്തി. അതവർ കുത്തിയവെങ്കിലേക്ക് നോക്കും എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകുന്നതിന് വേണ്ടിയായിരുന്നു. മാത്രമല്ല, അവിടെ മറ്റൊരു തിരുവെഴുത്തും അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ള തിരുവെഴുത്തും അവിടെ നിവൃത്തിയായത് കാണുന്നു. ദൈവത്തിൻ്റെ വചനം സത്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഇന്നത്തെ ഞങ്ങൾക്ക് തന്ന കഥയ്ക്കായിട്ട്, ഞങ്ങൾക്ക് തന്ന പാഠത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് ജീവിപ്പാൻ ഞങ്ങൾക്ക് സഹായിക്കണം. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിച്ച ഞങ്ങളുടെ കർത്താവിനെ ഓർത്ത് ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വീണ്ടും വരും. ആ പ്രത്യാശയോടുകൂടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പാപം കൂടാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ട്, നിന്നെ അറിയാത്തവരായിട്ടും അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ജീവിക്കുന്നവരെ ഓർക്കുന്നു. അവരുടെ ഹൃദയത്തോട് ഇന്ന് വാദിക്കുകയും തിരിച്ച് കർത്താവിലേക്ക് വരുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മ വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമീൻ. കുഞ്ഞുങ്ങൾക്ക്
അമ്മച്ചി പറയുന്ന ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് എന്ന ബട്ടണത്തിൽ കൈ അമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിൽ കൂടെ കൈ അമർത്തിയാൽ എപ്പോൾ അമ്മച്ചി ഇടുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് ഇടയായിട്ട് തീരും. ഓക്കെ, ബൈ ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.